സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. പാദാരവിന്ദമേ നിൻ മുന്നിലുടയുന്ന കേരമായി ഞാൻ. ശ്രീ വിനായക പാദാരവിന്ദമേ നിൻ മുന്നിലുടയുന്ന കേരമായി ഞാൻ. വിഘ്നങ്ങളകറ്റും നിന്റെ പ്രശോഭയാൽ ഈ ജന്മസുകൃതം അർപ്പിക്കും ഞാൻ. നിന്നാമ കീർത്തനം നാവിൽ തുളുമ്പുകയായി. ദീപങ്ങൾ തീർക്കും ചുറ്റുവിളക്കിൽ ശ്രീബാലദേവതയരുളും. ദീപങ്ങൾ തീർക്കും ചുറ്റുവിളക്കിൽ ശ്രീബാലദേവതയരുളും. മായാവിലാസിനി മന്ത്രരുദ്രായിണി മാമക ദുഃഖം തീർക്കും അമ്മേ. ഈ ജന്മദുഃഖം തീർക്കും അമ്മേ. ഈ ജന്മദുഃഖം തീർക്കും അമ്മേ. നാഗങ്ങൾ വാഴും കൽപ്പടവിങ്കൽ മാണിക്യനാഗം ഉറങ്ങും. നാഗങ്ങൾ വാഴും കൽപ്പടവിങ്കൽ മാണിക്യനാഗം ഉറങ്ങും. ലക്ഷ്മി നാരായണ ഭദ്രനാരായണ നാമങ്ങൾ രാജീവമാകും. അർദ്ധനാരീശ്വരനാകും അറിയാതെ അർദ്ധനാരീശ്വരനാകും. ശ്രീ വിനായക പാദാരവിന്ദമേ നിൻ മുന്നിലുടയുന്ന കേരമായി ഞാൻ. ശ്രീ വിനായക പാദാരവിന്ദമേ നിൻ മുന്നിലുടയുന്ന കേരമായി ഞാൻ. വിഘ്നങ്ങളകറ്റും നിന്റെ പ്രശോഭയാൽ ഈ ജന്മസുകൃതം അർപ്പിക്കും ഞാൻ. നിന്നാമ കീർത്തനം നാവിൽ തുളുമ്പുകയായി.
കൊച്ചുണ്ണിയുടെ മോൻ പോന്നു. കള്ളന്റെ മോനെ, കള്ളന്റെ മോനെ, കൊച്ചുണ്ണിയുടെ മോനെ, നിക്കടാ മോനെ, കള്ളന്റെ മോനെ, കൊച്ചുണ്ണിയുടെ മോനെ, കൊച്ചുണ്ണിയുടെ മോനെ, പോവാനോടാ കള്ളന്റെ മോനെ, കള്ളന്റെ മോനെ പോവാനോടാ. ചേട്ടനെ കാണുന്നില്ലല്ലോ അമ്മേ. ഇപ്പൊ വരും മോളെ. അമ്മേ, ദേ ചേട്ടൻ വന്നു. ചേട്ടാ ഹായ് വള. മോനെ, മോനെ ആനന്ദേ, നിനക്കെന്തു പറ്റി? എന്റെ പൊന്നു മോനല്ലേ, എന്തോ ഉണ്ടായിരുന്നു അമ്മയോട് പറ. എഴുന്നേക്ക് കൂട്ടാ, എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കേ. എനിക്കൊന്നും വേണ്ട. കള്ളന്റെ മോനെ എന്നുള്ള വിളിയിട്ട് ഞാൻ മടുത്തു. അവരെന്തു വേണമെങ്കിലും വിളിച്ചോട്ടെ മോനെ. ഈ വിളിയൊക്കെ എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ടെങ്കിലും പോവാ. എന്റെ പൊന്നുകുട്ട, നീ പോയ പിന്നെ ഞങ്ങളെ നോക്കാൻ ആരുണ്ടറ? ഞങ്ങളെ വിട്ടു പോവോ നീ? നിനക്കതിന് കഴിയൂ? ചേട്ടാ ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ ചേട്ടാ. കൂട്ടിയണ്ടില്ലേ? തന്തയ്ക്കും തളയ്ക്കും ഒരു ഉത്തരവാദിത്വമില്ല. വളരെ കെയർലെസ് ആയിട്ടേ. അല്ല, ഒന്ന് ശ്രദ്ധിച്ചൂടെ? ശ്രദ്ധിക്കാൻ അവർക്കെവിടെ സമയം? ചുമ്മാതല്ലേ ഈ അപകടമൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളെ. മോളറിയോ ഇവനെ? ആ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. ഞങ്ങൾ കടല് കാണാൻ വന്നതാ. അമൃത എന്തേ? വീട്ടിലുണ്ട്. ആരാ ഈ അമൃത? ആനന്ദിന്റെ അനിയത്തിയാ അമൃത. അവളും എന്റെ സ്കൂളിലാ പഠിക്കുന്നത്. അത് ശരി. മോൾക്ക് കപ്പലണ്ടി വേണോ? വേണം. 3 പുതിയ എടുക്ക്. ശരി. ഇതാ വേണ്ട, മോൻ വെച്ചോ. വേണ്ട, വെച്ചോളൂ. വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? മോന്റെ അച്ഛൻ എന്താ പണി? നടക്ക്. ശരിയാക്കി തരാവടാ. എന്റെ അടുത്താ നിന്റെ കളി. വേഷം കെട്ടെടുക്കുന്നു. ആനന്ദിന്റെ അച്ഛനൊരു കള്ളനാ. കള്ളന്റെ മോനെന്നാ കുട്ടികളൊക്കെ വിളിക്കുന്നേ. അത് ശരി. എന്നിട്ടാണോ നീ അവന്റെ കൂടെ കൂട്ടുകൂടുന്നേ? ആനന്ദ് പാവമാണമ്മേ. എന്നാലും കൂടുതൽ അടുപ്പൊന്നും വേണ്ട. നിന്റെ കെട്ടിയോൻ വരാറായില്ലേ ലക്ഷ്മി? കുറച്ചു നാളായിട്ട് ഒരു വിവരമില്ല ചേച്ചി. വല്ലപ്പോഴും ഒരു കത്തയക്കുന്നതാ. 2 മാസമായിട്ട് ഇപ്പം അതുമില്ല. അങ്ങോട്ട് പോയി കാണേണ്ടതല്ലേ? നീ കൊച്ചുങ്ങളെ കൂട്ടി ഒന്ന് പോയി കണ്ടേച്ചു വാ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ചേച്ചി, മോൻ സമ്മതിക്കത്തില്ല.
ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ഞാൻ പറഞ്ഞു നോക്കിയതാ. അങ്ങേരുടെ കാര്യം പറയുന്ന തന്നെ അവന് കരിയ. അതെന്താ അങ്ങനെ? അവന്റെ സ്വഭാവം അങ്ങനാ. അവന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. കൊച്ചുങ്ങൾ വരാറായി ചേച്ചി, ഞാൻ പോട്ടെ. നിൽക്ക്. ഓണല്ലേ? ദാ ഇത് കൊച്ചുങ്ങൾക്കുള്ള ഉടുപ്പുകളാ. ഇത് നിനക്ക്. എന്നാ ഞാൻ പോട്ടെ ചേച്ചി. നാളെ ഇത്തിരി നേരത്തെ വരണേ, എനിക്ക് അമ്പലത്തിൽ പോകാനുള്ളതാ. ശരി. പിന്നെ പോന്നു നീ നാടേറാനോ നൃത്തം കാണാനോ നാടോടി പാട്ടീനം കേൾക്കാനോ നീരാടാനോ ഊഞ്ഞാലാടാനോ മുട്ടിക്കൂടിയൊരിഷ്ടം കൂടാനോ ചൂടേകാനോ മുത്തം നേടാനോ എത്താ കൊമ്പിൽ കൂടം വിട്ടി പോന്നു പോരാഞ്ഞു പൊന്നും പോരാഞ്ഞു പോലെ ഞാലി പിന്നെ പോന്നു താലോലം പൊൻവേലോളം തുള്ളിടും മഞ്ഞത്തുമ്പി സാൽവാറും കമ്മീസോടേവാ പൂച്ചൂടും തൊട്ടാവാടി എന്താണീ കള്ളനോട്ടം തൊട്ടാലെ നാടം വന്നിന്നോ പൂമീനും പാളുമീ തോടിനരുകിൽ കൊത്തികൾ കാണണതിന്റെ കനവിൽ കാത്തേറും കൈതോലയിൽ രോമാഞ്ചമേറാനെന്തേ ചോദിച്ചാൽ മിണ്ടാൻ വയ്യ എല്ലാവർക്കും മണോസ് കുണോസ് പോരാഞ്ഞോ പൊന്നും പോരാഞ്ഞോ ഓലെ ഞാലി പെണ്ണെ പോന്നു നീ പയ്യും ക്രാവും ആറ്റോരം കുന്തിച്ചോടും പിന്നാലെ കാക്കച്ചി നീ പോ തൈമാവിൻ ചില്ലക്കൊമ്പിൽ അണ്ണാനെ തെല്ല് നില്ല് നല്ലോല പീപ്പി ഊതേണ്ടേ തീ പോക്കും വാകകൾ പൂരമൊരുക്കും നെൽവയൽ തീരവും വേറെ ഗ്രാമീണ സൗഭാഗ്യമേ ശ്രീവാഴും കോവിൽ നീതാനേ സത്യം സത്യം മറ്റെല്ലാം പുളുസ് കുണുസ് പോരാഞ്ഞു പൊന്നും പോരാഞ്ഞു
ആ എന്തൊക്കെയുണ്ട്? ചട്ടമ്പി കല്യാണി വാടി വാ, ഓണക്കോളാണടി മോളെ. ഇത് നാടനാടാ, ഇത് വാങ്കോടിയാടാ. കഴിഞ്ഞോ? ഇനി വല്ലതും പറയാനുണ്ടോ? എന്ന് ചോദിച്ചാ വാടകയ്ക്ക് കൊടുക്കോ? പോടാ ഉണ്ടാക്കണ, എന്റെ കണ്ണിയാൻ കുത്തി പൊട്ടിക്കും. ഓണക്കോളൊന്നും കൊണ്ടുവന്നില്ലടി മോളെ. ഉണ്ടല്ലോ, ഇപ്പൊ തരാം. എന്നാ പിടിച്ചോ. താങ്ക്സ്. അയ്യോ, അപ്പൊ ശാലിനിക്കില്ലേ? ഞാൻ പകുതി തരാം. ദേടാ, കൊച്ചുണ്ണിയുടെ മോൻ വരുന്നു. അടിപൊളിയായിട്ടുണ്ടല്ലോടാ. ഇത് നീ എവിടുന്ന് അടിച്ചു മാറ്റിയതാ? ഇവന്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും സംഗതി കലക്കി. ശരി ടീച്ചർ, ശരി, പിന്നെ കാണാം. എന്താ എന്താ ഇവിടെ? ഇവരാ എന്നെ ആൻ തല്ലിയത്. അല്ല ടീച്ചറെ, ഇവരാദ്യം വഴക്കിന് ചെയ്യുന്നത്. ആനന്ദിനെ കള്ളന്റെ മോനെന്ന് വിളിച്ച് കളിയാക്കിയതും. ഇവന്റെ അച്ഛൻ കള്ളനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇവന്റെ അച്ഛൻ മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവൻ ഈ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? എന്റെ അമ്മയെ പറഞ്ഞ് ഇവന്റെ അച്ഛൻ കള്ളനാണെന്ന്. അതുകൊണ്ട് ഇവനോട് കൂട്ടുകൂടരുതെന്ന്. മതി, നിർത്ത്. നല്ല ചുട്ട അടി കിട്ടാത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. ആരെന്ത് തെറ്റ് ചെയ്താലും പരസ്പരം ശാസിക്കാനും ശിക്ഷിക്കാനും ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിന്നോട് കൂടാ പറഞ്ഞത്. ആ പിന്നെ നാളെ 3 എണ്ണവും രക്ഷകർത്താക്കളെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ്സിൽ കയറി ഇരുന്നാ മതി. പോയിരിക്കേ. ടീച്ചറെ, ശാലിനിയുടെ അമ്മ മരിച്ചു. ശാലിനി, ബാഗ് എടുത്തു വരൂ. മോള് വീട്ടിൽ പോയിക്കോ. കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. വരൂ. $5000 കുറവാണല്ലോ. ഇതേ ഉള്ളൂ, ബാക്കി അടുത്ത തവണ തരാം. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യമാണ്. ഇനി ഇത് ആവർത്തിക്കരുത്. പോയിക്കോ. കപ്പലിന്റെ ശരി. കപ്പലിന്റെ കപ്പലിലോട്ടാ ഉണ്ട്. 2 മതി എടുക്ക. നിന്റെ തന്തപ്പടി ജയിലിൽ നിന്ന് വരാറായില്ലൂടാ. എവിടെന്ന് വരാനാ? പൊന്നമ്പ്രാട്ടിയുടെ മുതലല്ലേ അടിച്ചു മാറ്റിയത്. അമ്മ വിടുവോ? ഗുണം പിടിക്കല്ലേ ഇവനൊന്നും. കള്ള കൂട്ടങ്ങള്. 10 ഗുണം 10 ഗുണമെന്നാ പറയുന്നത്.
ആ ഗുണം ഇവനും കാണിക്കാതിരിക്കൂ. അപ്പൻ ദേവിയെ കെട്ടെങ്കിലേ മോൻ അമ്പലം മുച്ചൂടും കാക്കും. അങ്ങനെ അതിന്റെ ഒരു കിടപ്പേ അതുറപ്പാ. ഇല്ലെങ്കിൽ നീ കണ്ടോ. ആ വിട്ടു പാടാ. ഞാൻ കള്ളനാവില്ല, ഞാൻ കള്ളനാവില്ല, ഞാൻ കള്ളനാവില്ല. കടലമ്മേ, കടലമ്മേ, നിന്നാണ് സത്യം, നിന്നാണ് സത്യം. അമ്മേ, എന്താ അമ്മേ? ചേട്ടൻ എന്താ ഇത്ര വൈകിയ? അമ്മയ്ക്ക് തീരെ വയ്യ. ഞാൻ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. ഇതാ അമ്മേ. ചേട്ടാ, എനിക്ക് വിശക്കുന്നു ചേട്ടാ. അമ്മയ്ക്ക് വയ്യാത്തോണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല മോനെ. മോളിത് കഴിച്ചോടുന്ന് ഉറങ്ങിക്കോ. അപ്പോ ചേട്ടന് വേണ്ടേ? വേണ്ട, മോള് കഴിച്ചോ. എന്താ ഓണം ഉണ്ട്, ഓണാവധിയും കഴിഞ്ഞു വന്നിട്ടും ആരുടെ മുഖത്തൊരു ഉഷാറില്ലല്ലോ. ഓ, ഇക്കണക്കിന് പോയ ഓണവും പെരുന്നാളൊന്നും ഒരുങ്ങണ്ടാന്ന് വെക്കണം. പണ്ടുള്ളവര് പറഞ്ഞത് നേരാ. ഓണം ഉണ്ട വയറേ ചൂളം പാടിക്കട. എല്ലാരും കൂടി എന്താ ചിരിച്ചു തള്ളുന്നത്? ഒന്നും പറയണ്ട എന്റെ ടീച്ചറെ. ഓണത്തപ്പനെ ഒന്ന് പറഞ്ഞു വിട്ടതിന്റെ പങ്കപ്പാട് പറയുക. പിന്നെ അതെ, ഞാൻ കേട്ടത് ശരിയാണോ ടീച്ചറെ? എന്താ? നമ്മുടെ ശാലിനി കൊച്ചിന്റെ അമ്മയ്ക്ക് എയ്ഡ്സ് ആയിരുന്നോ? അവര് മരിച്ചു പോയെന്ന് പറയുന്നത് കേട്ടല്ലോ, ഉള്ളതാണോ? ഉള്ളതാ ടീച്ചറെ. ഇനി ആ കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. അച്ഛൻ അസുഖം വന്ന് നേരത്തെ മരിച്ചു. ഇപ്പോ അമ്മയും. തന്തയ്ക്കും അസുഖം തന്നെ ആയിരുന്നോ? എന്തോ അതിനെക്കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അറിഞ്ഞു കാണത്തില്ലായിരിക്കും, അതല്ലേ തള്ളയ്ക്കും പിടിച്ചത്. നേരത്തെ അറിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല ടീച്ചറെ. ഈ അസുഖം പിടിച്ച മരണം ഉറപ്പാ. വരാതെ സൂക്ഷിക്കുക, അതേ ഉള്ളൂ രക്ഷ. ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, പാപത്തിന്റെ ശിക്ഷ മരണമാണെന്ന്. കർത്താവേ, കാത്തുകൊള്ളണേ. ഓ, ഇനി ആ ശാലിനി കൊച്ചു സ്കൂളിൽ വരുമ്പോ പിള്ളേര് കാട്ടാൻ പോണ കോപ്രായങ്ങൾ എന്തൊക്കെയാന്ന് ആർക്കറിയാം. മോള് വരുന്നു. അയ്യോ, അവളുടെ കൂടെ ഒന്നും പോയിരിക്കല്ലേ, അത് പകരുന്ന അസുഖമാ. ദേടാ, തൊട്ടരുമ വരുന്നത് കണ്ടില്ലേ? അവന്റെ കാര്യം പോക്ക. അവളെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാതെ നമ്മളാരും സ്കൂളിലേക്ക് വരുന്നില്ലെന്ന് നമുക്ക് ടീച്ചറിനോട് പറയാം. വാടാ വാടാ. നിക്ക്, ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. എന്താണ് നോക്കി പഠിപ്പിക്കുന്നേ? പിടിച്ചോണ്ട് പോടാ ഈ നാശത്തിനെ. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താ എല്ലാരും ഇവിടെ നിൽക്കുന്നേ? ക്ലാസ്സിൽ കയറിയിരിക്കെ. നിങ്ങളോടാ പറഞ്ഞത് ക്ലാസ്സിൽ കയറിയിരിക്കാൻ. എന്തിനാ കുട്ടി കരയുന്നേ? നിനക്ക് എന്ത് പറ്റി? എന്താ എന്താ മോളെ? പുസ്തകത്തോട് വരണടാ, നമുക്കെല്ലാം വീട്ടിൽ പോ. രാജേഷ്, എന്താ ഇതൊക്കെ? എയ്ഡ്സ് രോഗം പിടിച്ചല്ലേ ഈ കുട്ടിയുടെ അമ്മ മരിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് ആ രോഗം കാണും എന്ന് ആര് പറഞ്ഞു? വാടാ. നിക്ക്. ഈ കുട്ടിക്ക് അസുഖം പിടിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പത്രത്തിൽ വന്നത് നിങ്ങൾ ആരും കണ്ടില്ലേ?
ഈ കുട്ടിയോടൊപ്പം ഇരുന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ഞങ്ങൾക്കൊന്നും കേക്കണ്ട. കേക്കണം, കേട്ടേ പറ്റൂ. ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. ഈ രോഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അജ്ഞതയാണ് ഇതിനൊക്കെ കാരണം. അടുത്തിരുന്നതുകൊണ്ടോ അടുത്തിടപഴകിയതുകൊണ്ടോ ഈ അസുഖം പകരില്ല. വാടാ നമുക്ക് പോവാം. നിക്ക്. വേണ്ട, ആരും പോണ്ട, ഞാൻ പൊയ്ക്കോളാം. പോവാ ടീച്ചറെ. സമയം ഒരുപാടായി. വാ പോ. ഓടാതെടി പതുക്കെ മോളെ. ഓടാതെ മോളെ, പതുക്കെ വീഴും. സാർ, എന്താ? സാറിന് എന്തെങ്കിലും കളഞ്ഞു പോയോ? ഇല്ല. അയ്യോ, എന്റെ പേഴ്സ് നീ കണ്ടോ? ഇല്ല. ദാ ഇതാണോ? ആ, ഇത് തന്നെ. സൂക്ഷിക്കണ്ടേ സാറേ, വേറെ വല്ലവരുടെയും കൈ കിട്ടിയിരുന്നേ അപ്പോഴേ ഇതും കൊണ്ട് കടന്നേനെ. എനിക്ക് വേണ്ട, ഇന്നാ സാറ് വെച്ചു. താങ്ക് യു. അതൊന്നും വേണ്ട സാറേ, എല്ലാം ഉണ്ടോന്ന് നോക്കിയോ? എല്ലാം ഉണ്ട്. പിന്നീട് ഒന്നും നഷ്ടപ്പെട്ടെന്ന് പറയരുത്. ഞാനും ചോദിക്കട്ടെ, എന്താ നിന്റെ പേര്? ആനന്ദ്. ആഹാ. മോൻ സ്കൂളിൽ പോകുന്നുണ്ടോ? ഉണ്ട്. എത്രാം ക്ലാസ്സിലാ? 7ാം ക്ലാസ്സിൽ. വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട് സാറേ. ഞാൻ പോട്ടെ. ആ, നിക്ക്. ഇതിരിക്കട്ടെ. വേണ്ട സാറേ, എന്റെ ആവശ്യത്തിനുള്ള കാശ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, എനിക്കത് മതി. സന്തോഷം കൊണ്ട് മനസ്സറിഞ്ഞ് തരുന്നതല്ലേ മോനെ, വാങ്ങിച്ചു. വാങ്ങൂ. ഒന്നും വേണ്ട സാറേ, എന്നും വൈകിട്ട് ഞാൻ ഈ കടപ്പുറത്ത് കാണും, കപ്പലിന്റെ കച്ചവടമായിട്ട്. ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ്. ഇതിൽ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും ഉണ്ട്. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വന്ന് കണ്ടാൽ മതി. ഓക്കെ? ശരി. മോളെ, ചേട്ടനൊരു ടാറ്റ കൊടുത്തേ. പിള്ളേരായാലേ ഇങ്ങനെ വളർത്തണം, അല്ല ഇതുപോലല്ല ഞമ്മണ വാടി. വിൻസെന്റ് തോമസ്, സൂപ്രണ്ട് ഓഫ് പോലീസ്, ക്രൈം ബ്രാഞ്ച്. ഓ, പോലീസ്. മഴ വന്നു, മഴ വന്നു, മുറ്റം നിറയെ മഴവെള്ളം. മഴ പോയി, മഴ പോയി, മുറ്റം നിറയെ കളിവള്ളം. കളിവള്ളത്തിൽ യാത്രക്കാർ, തുമ്പപ്പൂവും കുഞ്ഞുങ്ങളും. മഴ വന്നു, മഴ വന്നു. അച്ഛന്റെ കഥ. ഇനി താമേ, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മോളെ, അച്ഛൻ വരുന്നു. ചേട്ടാ, നമ്മുടെ അച്ഛൻ വരുന്നുണ്ട്. ദേ കത്ത് വന്നിരിക്കുന്നു.
കാണാൻ കൊതിയാവുന്നു ചേട്ടാ. എനിക്കൊന്നും കേക്കണ്ട. എനിക്ക് അങ്ങനെ ഒരു അച്ഛനില്ല. മോനേച്ച പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ആനന്ദോ, എന്താ ഈ നേരത്ത്? നമസ്തേ. വരൂ, ഇരിക്കെ. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കടാ, ഇരിക്കും മോനെ. മായേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. പിന്നെ എന്തൊക്കെയാ ആനന്ദേ വിശേഷങ്ങള്? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? ആ. ആ ദാ, കുടിച്ചോ. അല്ല, ആനന്ദ് പ്രത്യേകിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ? ടീച്ചറിനോട് ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ കാര്യം? നമ്മുടെ ശാലിനി കുട്ടിയുടെ കാര്യ. വളരെ കഷ്ടാ. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ നമ്മുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. അതിനെന്തെങ്കിലും ഒരു വഴി ടീച്ചർ പറഞ്ഞു തരണം. ഇത്രയുള്ള കാര്യം? അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞല്ലോ. PTA-യുടെ പ്രത്യേക യോഗം വിളിച്ച് ആ കുട്ടിയെ വീണ്ടും നമ്മുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനുള്ള തീരുമാനം എടുപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ PTA പ്രസിഡന്റ് ഈ കാര്യത്തിൽ ആനന്ദിനെ പ്രത്യേകം അഭിനന്ദിച്ചിട്ടുമുണ്ട്. നേരാണോ ടീച്ചറെ? എന്താ, സന്തോഷായില്ലേ? എന്നാ ആ കുട്ടിയുടെ വീട്ടിൽ പോയി ഞാൻ പറയട്ടെ ടീച്ചറെ? പിന്നെന്താ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ശരി ശരി. നാരായണൻ നാളെയല്ലേ വരുന്നത്? വായ്ക്ക് രുചിയായിട്ട് വല്ലതും വെച്ചു കൊടുക്ക്. ജയിലിലെ ചാപ്പാട് കഴിച്ചോ മടുത്ത് കാണും. എനിക്കാകെ പേടിയാവുന്നു ചേച്ചി. അച്ഛന്റെ പേര് കേൾക്കുന്ന പോലെ അവന് ഇഷ്ടമല്ല. ഇനിയിപ്പോ നേരിട്ട് കാണുമ്പോ അവന്റെ സ്വഭാവം എന്തായിരിക്കും ആവോ? സാരമില്ല ലക്ഷ്മി, അതൊന്നും ആലോചിച്ച് നീ അസുഖം കൂട്ടണ്ട. അച്ഛനെ നേരിട്ട് കാണുമ്പോൾ അവന്റെ സ്വഭാവം താനേ മാറും. ശരി ചേച്ചി. ഒന്ന് പതുക്കെ അമ്മൂമ്മേ, എനിക്ക് നോന്നു. മിണ്ടാതിരി പെണ്ണെ. ആ ആനന്ദ്, വാ 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 ആനന്ദ്. ഏതാ മോളെ കുട്ടി? ഞാൻ പറയാറില്ലേ, ആനന്ദ് എന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാ. ആ ശാലിനി അറിഞ്ഞോ? നിന്നെ വീണ്ടും നമ്മുടെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ PTA തീരുമാനിച്ചു. അപ്പൊ നാളെ മുതൽ ശാലിനി സ്കൂളിൽ വരും അല്ലേ? നമുക്കൊന്നിച്ചു പോവാം. ഇല്ല, എല്ലാരോടും എന്നെ ആട്ടി പുറത്താക്കിയതല്ലേ, ഇനി എനിക്ക് പഠിക്കണ്ട. അങ്ങനെ പറയരുത്. ആട്ടി പുറത്താക്കിയവരുടെ മുന്നിൽ പഠിച്ചു മിടുക്ക് കെട്ടണ്ടേ? വേണ്ട, എനിക്ക് മതിയായി. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നേ? എന്നെ സഹായിക്കാൻ ആരാ ഉള്ളത്? ദൈവം എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരും. ശാലിനി നാളെ തൊട്ട് സ്കൂളിൽ വരണം. വരില്ലേ? മോമ്പയ്ക്കോ, അവള് വരും. ശാലിനി വരുവോ? വരാം. ആരാ? എന്താ വേണ്ടേ? മോടെ പേരെന്തുവാ? അമൃത എന്നാ.
അമ്മ എന്തിയെ? അടുക്കളയിൽ കഞ്ഞി വെക്കുക. ലക്ഷ്മി, ലക്ഷ്മി, സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ വന്നു. മോളെ, ഇത് മോളെ അച്ഛനാ. എന്നെ കണ്ടിട്ട് മോക്ക് മനസ്സിലായില്ല ലക്ഷ്മി? എങ്ങനെ അറിയാനാ? നിങ്ങൾ പോകുമ്പോ ഇവള് കൊച്ചു കുഞ്ഞല്ലായിരുന്നു. ആനന്ദ് എവിടെ? അവൻ പുറത്തേക്ക് പോയിരിക്കുക. വന്നട്ടെ, ഈ വേഷമൊക്കെ മാറി കുളിച്ചിട്ട് വരുമ്പോഴേക്കും അവനിങ്ങ എത്തും. അവൻ വരാൻ ഒരുപാട് താമസിക്കോ ലക്ഷ്മി? ഇല്ലെന്നേ, നടക്ക്. ചേട്ടാ, നമ്മുടെ അച്ഛൻ വന്നു. ഇതാ നമ്മുടെ മോൻ. എന്റെ പൊന്നു മോനെ, അച്ഛൻ കണ്ടിട്ട് എത്ര നാളായിടാ നിന്നെ. എനിക്ക് നിങ്ങളെ കാണണ്ട മോനെ. അച്ഛനോട് ഇങ്ങനെയൊന്നും പറയല്ലേ, അത് ദോഷ. ഇങ്ങനൊരു അച്ഛൻ എനിക്കില്ല. ഇങ്ങനെ ഒരാളുടെ കൂടെ താമസിക്കാൻ എനിക്കിനി വയ്യ. ഞാൻ അങ്ങോട്ടെങ്കിലും പോവാ. മോനെ, അയ്യോ മോനെ, മോനെ ആനന്ദേ, അയ്യോ അയ്യോ, നമ്മുടെ മോൻ ആനന്ദ്. ചേട്ടാ, പോലെ ചേട്ടാ. മാറും. ഏയ്, ഒന്നുമില്ല, ഒന്നുമില്ല. ഹൃദയത്തോടൊട്ടി നീ നിന്നു കുളിർവെണ്ണിലാവിലെ കുടമുള്ള ചിരിയായി കളമൊഴി എന്നിലലിഞ്ഞു. എന്നിട്ടും ഏതോ അപാര വിദൂരത നമ്മിലുണ്ടെന്നും അറിഞ്ഞു. അത് ചുംബന ദൂരമായി മാഞ്ഞു. നറുവെണ്ണയിൽ ചേർന്ന താമര നൂല് പോൽ ഹൃദയത്തോടൊട്ടി നീ നിന്നു. മന
മനസ്സുകൾ തമ്മിലേ അകലം കുറയ്ക്കുവാൻ മുറുകെ മുറുകെ പുണർന്നു ഒന്നായി ചേരുവാനെന്നും പരസ്പരം നമ്മെ നാം തന്നെ മറന്നു എന്നിട്ടും എന്തേ ഒരാകാശം നമ്മുടെ ഇടയിൽ വന്നപ്പോൾ നിറഞ്ഞു അതിലായിരം താരകൾ പൂത്തു ഇന്നു നിന്നിൽ ഞാൻ പൂത്തുവിടർന്നു രണ്ടിൽ നിന്നൊന്നിനെ ചേർത്തെടുത്തോമന പട്ടുപൂഞ്ചേലയിൽ വച്ചു എന്നിട്ടും നാം രണ്ടു ശൂന്യപാത്രങ്ങളാണെന്നൊരു ബോധം തുടിച്ചു നമ്മൾ രണ്ടു തീരെ ദീപമെന്നറിഞ്ഞു നറുവെണ്ണയിൽ ചേർന്ന താമര നൂലുപോൽ ഹൃദയത്തോടൊട്ടി നീ നിന്നു കുളിർ വെണ്ണിലാവിലെ കുടമുല്ലച്ചിരിയായി കളമൊഴി എന്നിട്ടും ഏതോ അപാരവിദൂരത നമ്മിലുണ്ടെന്നും അറിഞ്ഞു എന്നിട്ടും ഏതോ അപാരവിദൂരത നമ്മിലുണ്ടെന്നും അറിഞ്ഞു അത് ചുംബന ദൂരമായി മാഞ്ഞു നറുവെണ്ണയിൽ ചേർന്ന താമര നൂലുപോൽ ഹൃദയത്തോടൊട്ടി നീ നിന്നു കുളിർ വെണ്ണിലാവിലെ കുടമുല്ലച്ചിരിയായി കളമൊഴി എന്നിൽ അലിഞ്ഞു ചേട്ടൻ വന്നു. ചേട്ടാ കൊച്ചുകുട്ടിയല്ലേ ഒരു വാശിക്ക് അങ്ങനെയൊക്കെ ചെയ്തു പോയി കരുതിയാൽ മതി. ആനന്ദ് എന്നോട് പറഞ്ഞു ഇനി അവന്റെ കയ്യിൽ നിന്ന് അങ്ങനെയുള്ള ഒരു തെറ്റ് സംഭവിക്കില്ല. അല്ലേ ആനന്ദേ? ഇവരുടെ അച്ഛനെ പോയി എന്തായാലും വന്ന് കണ്ടേ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ. അച്ഛന്റെ മോന്റെ പിണക്കൊക്കെ തീർക്കണ്ടേ? എന്തായാലും ഉത്സവത്തിന് ആന കൂടുതലുണ്ടാവുമെന്നാ കേട്ടത്. നമ്മുടെ കള്ളനാരനല്ലേ പോകുന്നത്? ഇവനെ അകത്താക്കിയ പുറലോകം കാണിക്കുന്നത് അതാ വേണ്ട. ഇനി അടുത്തത് ഏതാണോ കക്കാൻ പോണത്? ആരാണ് നീ പറഞ്ഞറിഞ്ഞു? അതെ, അമ്പലത്തിലിപ്പോ പുതിയ കഴകാരനാ. നാരായണ വിളിപ്പുറത്തുന്ന ഭഗവതിയുടെ ശിവേലി വിഗ്രഹം എങ്ങനെ തോന്നി? ഞാനാണ് ചെയ്തതെന്ന്
നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നീ അറിയാതെ ശിവേലി നിന്റെ വീട്ടിൽ വന്നത്. എന്നെ ചതിച്ചതാ. ഇതൊന്നും ആരും വിശ്വസിക്കില്ല നാരായണ. പ്രസിഡന്റ്, എന്നെ മോന് എങ്ങനെ പോകണമായിരുന്നു? ഞാൻ ആരാണെന്നില്ല. വന്നല്ലോ. സംശയിക്കണ്ട, മോന്റെ പിണക്കെല്ലാം മാറി. അവനെ കുറ്റത്തിന് കാര്യം ടീച്ചറെ. എല്ലാം ഞാനാ. ഇനി എന്തായാലും എനിക്ക് പോകാനല്ലേ. ഒത്തിരി നന്ദി ടീച്ചർ. നാരായണ ഒന്ന് വന്നേ. ശരി എന്നാ. അച്ഛൻ പോയാലും ആൾക്കാർ പറയുന്നത് സത്യമാണോ നാരായണ? ഇല്ല, കള്ളാണ്, പച്ചക്കള്ളം. പിന്നെ എങ്ങനെ സംഭവിച്ചു? ചതിച്ചത് എന്നെ പഴയ ഒരു കൂട്ടുകാരൻ. എങ്ങനെ? എന്നോട് പറയുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല. എന്നോട് മണി ചോദിച്ചതൊരു പുമാൻ തന്നീടുകന്നു കൊടുത്തീലെന്നു ഞാനും ഇപ്പോൾ. എന്നുടെ സഹജനെ കൊന്നവൻ മണിയതും ഇന്നു കൊണ്ടങ്ങു പോയി മറ്റാരുമല്ല നൂനോ. ബാലനായുള്ള നാളിൽ ശീലിച്ച തൊഴിലെല്ലാം കലമേറെ വേദനാം ചൊൽക്കിലും പോകയില്ല. അമ്മേ ദേവി മഹാമായേ, രക്ഷ രക്ഷ സർവേശ്വരി. രക്തപുഷ്പാഞ്ജലി അല്ലേ? അതെ. നാളെ ഭരണി. എത്ര? 23. ശരി. നാരായണൻ അല്ലേ? അതെ. എന്നെ മനസ്സിലായോ? ഞാൻ തന്റെ ഒരു പഴയ സുഹൃത്താണ്. സത്യശീലൻ. ആ അത് തന്നെ. അപ്പൊ താനെന്നെ മറന്നിട്ടില്ലല്ലേ? അയ്യോ, അങ്ങനെ അങ്ങോട്ട് മറക്കാൻ പറ്റുമോ സത്യശീല? നമുക്ക് സത്യത്തി ഇപ്പൊ തന്നെ കണ്ട ആർക്കും അങ്ങോട്ട് മനസ്സിലാവില്ല. പത്രത്തിൽ വന്ന വാർത്ത വായിച്ചപ്പോ തൊട്ട് ആഗ്രഹിച്ചതാ ഇവിടെ വന്നൊന്ന് തൊഴണമെന്ന്. ഇന്ന് ഏതായാലും അതങ്ങ് സാധിച്ചു. അതേതായാലും നന്നായി. 1500 വർഷം പഴക്കമുള്ള അമ്പല. ഇവിടുത്തെ ദേവി വിഗ്രഹം തനി തങ്കാന്നാ പറയണേ. പണ്ടേതോ മഹാരാജാവ് പണികഴിപ്പിച്ച് സമർപ്പിച്ചതാ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ നാരായണ? വിളിച്ച വിളിപ്പുറത്തെത്തണ അമ്മേ. രാത്രി കാവൽക്കാരുണ്ട്. പിന്നെ അമ്മയുടെ ഭൂതഗണങ്ങളും യക്ഷിയമ്മയും രാത്രി മുഴുവൻ അമ്പലത്തിന് ചുറ്റും കാവലുണ്ട്. രാത്രി നട അടച്ചു കഴിഞ്ഞാൽ ഒരീച്ച പോലും ഇങ്ങോട്ട് എത്തി നോക്കുകയില്ല.
അത്രയ്ക്ക് ഭയ ഈ നാട്ടുകാർക്ക്. കേട്ടപ്പോ തന്നെ കുളിര് ഊരുക. അമ്മേ മഹാമായേ കാത്തു രക്ഷിക്കണേ. ഒരു കടുംപായസം. ഒന്ന് നിക്കണേ, ഞാനൊന്ന് എഴുതി കൊടുത്ത് അങ്ങോട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. വരുവോ? വരും, തീർച്ചയായും. നമുക്ക് ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട്. ശരി ശരി, അങ്ങനെ ആയിക്കോട്ടെ. വാ, ഇനി ആ പേര് നാളൊന്ന് പറഞ്ഞാട്ടെ. വിജയൻ. വിജയൻ. അശ്വതി. അശ്വതി ആരുടെ? മരുമോന്റെ പേരില്ല? ആ അതെ അതെ, മരുമോന്റെ പേര് തന്നെ. മകക്കും മരുമോനൊക്കെ സുഖം തന്നെയല്ലേ? ഓ സുഖം തന്നെ. ശരി, ദിവസം ആയിക്കോട്ടെ. താനിപ്പോ എവിടെയാ താമസിക്കുന്നത്? സ്ഥിരതാമസം ബോംബെയിലാ. വല്ലപ്പോഴൊക്കെ കേരളത്തിൽ വരും. അന്നേരം ലോഡ്ജ് താമസിക്കും. ഇവിടെ എന്താ പരിപാടി? ബിസിനസ്സാ. ഒരു തരത്തിൽ പറഞ്ഞ ആക്രി കച്ചവടം. ആക്രി കച്ചവടം? യെസ്. നമ്മുടെ പഴയ ഓട്ടുരുളി, വെറ്റിലച്ചെല്ലം, ഓട്ടുകിണ്ടി, പഴയ കൊത്തുപണിയിലുള്ള മരവുരുപ്പടികൾ ഇവയൊക്കെ വില കൊടുത്ത് മേടിക്കും. എന്നിട്ട് ബോംബെ കൊണ്ടുപോയി വിദേശത്തേക്ക് കയറ്റി അയക്കും. അവിടെ ഇതിനൊക്കെ ഭയങ്കര ഡിമാൻഡാ. കാണുന്ന പാടെ സായിപ്പ് ചോദിക്കുന്ന കാശ് എന്ന് മേടിച്ചോണ്ട് പോകും. അപ്പോൾ ഒത്തിരി കാശ് കിട്ടുന്ന ഏർപ്പാടല്ലേ? പിന്നെ ലക്ഷങ്ങളുണ്ടാക്കാം. എന്താ കൂടുന്നു? നിന്നെ ലക്ഷാധിപതിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കേരളത്തിലെ ബിസിനസ്സിന് എന്നെ സഹായിച്ചാൽ മാത്രം മതി. എന്താണോ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചാടിയെ പോലെ നിൽക്കുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുമോ? കിട്ടുമോന്നോ? ഇഷ്ടം പോലെ. താൻ വാ. വാടോ. ഇതുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ സംഘടിപ്പിച്ചതാ. ലോഡ്ജ് വെക്കാൻ സ്ഥലമില്ല. ഇനി ഇത് എവിടെ കൊണ്ടുപോയി സൂക്ഷിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനെന്താ, എന്റെ വീട്ടിൽ ഒരുപാട് സ്ഥലമുണ്ട്. നമുക്കിത് അവിടെ വെക്കാം. തനിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടും. എന്നാ കയറി. ഓ ബാ. നിന്നോടല്ലേ പറഞ്ഞ സന്ധ്യ സമയത്ത് ഒച്ച ഉണ്ടാക്കരുതെന്ന്? ഒരു വക പറഞ്ഞ കേക്കില്ല. നിന്റെ അച്ഛനും കൊണ്ട് വരട്ടെ, നല്ല അടി വാങ്ങിച്ചു തരുന്നുണ്ട്. ബാ. ഇതാണ് നമ്മുടെ കൊട്ടാരം. സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാ. വന്നട്ടെ. വാ വാ വാ. ഇത് വന്നട്ടെ, ഇരുന്നട്ടെ. വാ ഇരി. നമസ്കാരം. വീട്ടുകാർക്ക് എന്നെ മനസ്സിലായില്ല. അതെങ്ങനെയാ? ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എത്രയോ നാളും ഇയാൾ നാടുവിട്ട് പോയതല്ലേ? അത് ശരിയാ. അന്നങ്ങനെ പോയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അതും ശരിയാ. സത്തിന് കുടിക്കാൻ ചായ. ഇപ്പൊ ഒന്നും വേണ്ട. അല്ല, ആദ്യമായിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ വിരുന്നുകാരനൊന്നും അല്ലല്ലോ. എനിക്ക് എപ്പോ വേണമെങ്കിലും വന്നൂടെ? അത് ശരിയാ. സത്യന് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാവുന്നേ ഉള്ളൂ. തന്റെ മക്കള്? ഒരെണ്ണം ദാ തൊട്ടില്ലേ, ഒരെണ്ണം ദേ കുത്തിയിരിക്കും. എന്താടി അവനെന്താടി പറ്റിയ? എന്നോട് പിണങ്ങിയിരിക്കുക, വഴക്ക് പറഞ്ഞേന്. ആണാ? അയ്യോടാ എന്റെ പൊന്നു മോൻ. അമ്മ വഴക്ക് പറഞ്ഞ അച്ഛനൊരു അടി അമ്മയ്ക്ക് വെച്ച് കൊടുക്കാം. കേട്ടാ കേട്ടാ. ദേ ഈ മാമനെ നീ അറിയുമെന്ന് നോക്കിയേ. തന്റെ അസൽ പകർപ്പാണല്ലോ. എന്താ മോന്റെ പേര്? പേര് പറഞ്ഞു കൊടുക്ക്. ആനന്ദ്. നല്ല പേര്. ഇതാ മാമന്റെ ഒരു പ്രസന്റേഷൻ. എന്തിനാ ഇപ്പൊ ഇതിന് മാത്രം പൈസ? എന്റെ ഒരു കൈനീട്ടമായിട്ട് കരുതിയാൽ മതി. അയ്യോ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം. അപ്പൊ വരട്ടെ, കാണാം. അയ്യോ ശരി. മോൻ അമ്മയടുത്ത് നിന്ന് കളിച്ചോട്ടാ. ഞാനിപ്പോ വരാം. പതുക്കെ 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 പതുക്കെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ.
സത്യശീലനോ? എന്താ സത്യശീലി ആ സമയത്ത്? ഇത് നീ ഭദ്രമായിട്ട് സൂക്ഷിക്കണം. അപ്പൊ ശരി. പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് വരട്ടെ. അതെ. അമ്മേ ദേവി, ആര് കൊണ്ടുപോയോ? വിളിച്ചാ വിളിപ്പുറത്തെത്തുന്ന തമ്പുരാട്ടി ആയിരുന്നേ. നമ്മൾ അമ്പലത്തിനെ കുറിച്ച് ടി വിയിലും പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നപ്പോഴേ ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞതാണ്, രാത്രിയിൽ നല്ല കാവൽക്കാരെ ഏർപ്പെടുത്തണം. അമ്മേ ദേവി, കൺമുന്നിൽ കാട്ടിത്തരണമേ. ഒറ്റുകാരുടെ ഒത്താശയില്ലാതെ പുറത്തുനിന്ന് ആരും വന്ന് ഈ കടുങ്കൈ ചെയ്യൂല, അത് ഉറപ്പാ. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഇതിന് കൂട്ടുനിന്നവർ. അടയാളം കാട്ടിത്തരണേ എന്റെ പൊന്നു തമ്പുരാട്ടി അമ്മേ. ക്ഷേത്ര ജീവനക്കാരെല്ലാം ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ആരൊക്കെയാ ഇവിടുത്തെ കമ്മിറ്റിക്കാര്? ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് മാറി നിൽക്കാം. മാറേ. ആരാ ഇവിടുത്തെ വാച്ച്മാൻ? അവധിയില്ല, സുഖമില്ലാണ്ട് കിടപ്പില്ല. താനാരാ? പ്രസിഡന്റാ. വാച്ച്മാന് പകരം ആളെ എന്താ ഏർപ്പാടാക്കാത്തെ? പകരം ആളെ കിട്ടിയില്ല. ആരാ ഇവിടുത്തെ ശാന്തിക്കാരൻ? ഞാനാ. താങ്കളാണോ വിഗ്രഹം മോഷണം പോയത് ആദ്യമായി കണ്ടത്? എവിടാ താമസം? ഇവിടെ അടുത്ത് തന്നെയാ. തനിക്കെന്താ ഇവിടെ പണി? കഴകം. എല്ലാം പുറത്തിറക്ക്. ചതിച്ചോന്റെ ഭഗവതി. ഇതെങ്ങനെ ഇവിടെ എത്തി? എനിക്കറിയില്ല സാർ. കരുതിക്കുട്ടി എന്നെ ചതിച്ചതാണ് സാർ. നിനക്കറിയില്ല അല്ലടാ. മാറിക്കളയോട് നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടുത്തു കൊടുക്കണം അവന്റെ കയ്യിലും. നടക്കണോട്.
നടക്ക്. നിന്നെ ശരിയാക്കി തരാമടാ. എന്റെ അടുത്താ നിന്റെ കളി. വേഷം കെട്ടെടുക്കുന്നു. എന്താടാ നോക്കണത്? കേറാ, ഇങ്ങോട്ട് കേറ. വണ്ടി എടുക്കാൻ പോടാ നീ. ഇത്ര വലിയൊരു പെരുങ്കളാണ് നമ്മൾ അറിഞ്ഞത്. ഭഗവതിയെ ഇവൻ തൊട്ട് കളിച്ചിരിക്കുന്നേ, ഇവൻ അനുഭവിക്കും. ചതിയുടെ ആരംഭം അവിടെ നിന്നായിരുന്നു ടീച്ചറെ. ആ മഹാഭാവി കരുതിക്കുട്ടി ചതിക്കായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞുകൊണ്ടും ആർക്കും ഒരു ദ്രോഹം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ദേവി എന്തിനാ എന്നോട് ചതി ചെയ്തേ? വെറുതെ ഇവിടെ ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല നാരായണ. പരമശിവന് പോലും ശനിപ്പിഴ പറ്റിയില്ലേ? നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ നാരായണൻ വിശ്വസിക്കുന്ന ദേവി ആ സത്യമൊക്കെ പുറത്തു കൊണ്ടുവരും. തീർച്ച. ശങ്കരേട്ട നമസ്കാരം. ഈ പൈസ വെച്ചു. ശരി. പണിക്കാരെ പറഞ്ഞു വിട്ടിട്ട് വൈകിട്ട് ഓഫീസിലേക്ക് വന്നാൽ മതി. കണക്കും കാര്യങ്ങളും അവിടെ തന്നാൽ മതി. ഓക്കെ. ശരി ശരി. സുദേവൻ സാറേ. അല്ല, ആരത്? നാരായണനോ? തന്നെ അവര് തുറന്നു വിട്ടോ? എപ്പോ എത്തി നാട്ടില്? 2-3 ദിവസമായി. അത് ശരി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ഒരു പണി കിട്ടുമോന്നറിയാനാ. ഫസ്റ്റ് തനിക്ക് എന്ത് പണി തരാനാ ഇവിടെ? എന്ത് പണി വേണേലും ചെയ്യാം. അമ്പലവാസിക്ക് പറ്റിയ പണിയൊന്നും ഇവിടെ ഇല്ല. താൻ വല്ല അമ്പലത്തിലും പോയി തിരക്ക്. ചെല്ല് 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 ചെല്ല്. വെറുതെ ഓരോന്ന് ഇറങ്ങിക്കോളൂ മനുഷ്യനെ മെനക്കെടുത്താൻ. നിത്യം വസിച്ചുകൊണ്ടോ ദിവ്യ ജ്യോതിസേ നേർവഴി കാട്ടിടേണം. നിങ്ങളുടെയൊക്കെ സഹോദരിയല്ലേ ഈ കുട്ടി? സ്നേഹത്തോടെ സന്തോഷത്തോടെ സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കും എന്നല്ലേ നിങ്ങൾ എല്ലാ ദിവസവും പ്രതിജ്ഞ എടുക്കുന്നത്? അതുകൊണ്ട് ഇന്നു മുതലെങ്കിലും നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ തയ്യാറാവണം. ഇനി ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എയ്ഡ്സ് രോഗിയുടെ മക്കളായി ജനിച്ചവർക്കെല്ലാം ആ രോഗം ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് ശാലിനിയുടെ കാര്യം തന്നെ മതിയല്ലോ. ആ കുട്ടിക്ക് അസുഖം പിടിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ ബോർഡ് പറഞ്ഞില്ലേ? ഇനി അഥവാ രോഗം ഉള്ള കുട്ടിയാണെങ്കിൽ തന്നെ അവരോടൊപ്പം കൂട്ടുകൂടുന്നത് കൊണ്ടോ കളിക്കുന്നത് കൊണ്ടോ ഒപ്പം ഇരുന്നത് കൊണ്ടോ ഒന്നും ഈ രോഗം പകരില്ലെന്ന കാര്യം ഉറപ്പാണ്. പിന്നെന്തിനാ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത്?
ഇപ്പൊ എല്ലാവരുടെ സംശയം തീർന്നില്ലേ? ഇനി പേടിയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ശാലിനിയുടെ കൂടെ പോയിരിക്കാം. ഞാനിരിക്കാം ടീച്ചറെ. പെൺകുട്ടികൾ ആരുമില്ലേ? ഞാനിരിക്കാം ടീച്ചർ. ഞാനിരിക്കാം ടീച്ചർ. ജോലി വല്ലതും തരപ്പെട്ടോ? ഇല്ല, ഇനി അന്വേഷിച്ച് നടന്നിട്ട് വലിയ കാര്യമില്ല. അതെന്താ? കള്ളൻ എന്ന പേര് വീണുപോയില്ലേ? ഇനിയിപ്പോ എത്ര നല്ലവനായിട്ട് ജീവിച്ചാലും ആ പേര് മാറില്ല. കുറെ കഴിയുമ്പോ ഇതൊക്കെ അങ്ങ് മാറുന്നേ. ദൈവം തമ്പുരാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കോ? അതുവരെ ഇതുപോലൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടാന്നേ. കുറച്ചു നേരം കിടക്ക്, അപ്പൊ എല്ലാം മാറും. പതുക്കെ പതുക്കെ പതുക്കെ. ലക്ഷ്മി, ഒന്നുമില്ല. അമ്മേ, ഇത് വലിക്കമ്മേ. മരുന്നെടുത്ത് കൊടുക്കാറുന്നില്ലേ അച്ഛാ? അതെ. അയ്യോ, കപ്പലിന്റെ അടുപ്പത്താ. വേണ്ടമ്മേ, ഞാൻ വാങ്ങി വെച്ചോളൂ. വേണ്ട മക്കളെ, അച്ഛൻ റെഡിയാക്കാം. നീ അമ്മ നോക്കൂ. ഞങ്ങളില്ലാത്ത സമയത്ത് അടുപ്പിന്റെ അടുത്ത് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട്? ഞാൻ കച്ചവടത്തിന് പോട്ടെ അമ്മേ. അമൃതേ, അമ്മ നോക്കിക്കോണേ. മോനെ, ഞാൻ കൂടെ വരട്ടെ നിന്റെ കൂടെ കച്ചവടത്തിന്? വേണ്ട, അച്ഛൻ ഈ പണി ശരിയാവില്ല. ശരിയാകും മോനെ. എന്തായാലും ഇന്ന് വേണ്ട അച്ഛ. ഞാൻ പോയിട്ട് വരട്ടെ അച്ഛാ. കുമാർ, നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? കച്ചവടത്തിന് വരുന്നില്ലേ? ഇല്ല, ഞാൻ ഒരാളെ കാത്തിരിക്ക. നീ പൊക്കോ. ദാ വരുന്നു ആനന്ദ്. ഞാൻ വിചാരിച്ചു നീ പോയി കാണുമെന്ന്. ആരാ ബൈക്ക് വന്നത്? അതെന്റെ പരിചയക്കാരനാ. നീ എന്തോ കൊടുക്കുന്നുണ്ടല്ലോ, എന്താ അത്? അതൊരു സാധനമാ. പേരൊന്നും എനിക്കറിയില്ല, അതൊക്കെ സാറിനെ അറിയൂ. സാറ് പറയുന്നിടത്തൊക്കെ ഞാൻ സാധനം എത്തിച്ചു കൊടുക്കും. ദിവസം 500 രൂപ സാറ് തരും. ദിവസം 500 രൂപയോ? അതെ, അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നത്. ഈ കപ്പലിന്റെ കച്ചവടം കൊണ്ട് നടന്നിട്ട് എന്ത് കിട്ടാനാ? എന്താ നീയും കൂടുന്നോ?
സാറിനെ പരിചയപ്പെടുത്തി തരാം. നല്ല മനുഷ്യനാ. സാറിനെ കണ്ടു പറഞ്ഞ എന്നെയും കൂടെ കൂട്ടൂ. പിന്നെന്താ, നമ്മളെപ്പോലുള്ള ഒരുപാട് പേർക്ക് സാർ ജോലി കൊടുത്തിട്ടുണ്ട്. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ സാറിനെ കണ്ടാ മതി. എന്താ, കാണണോ? കാണണം. എന്നാ വാ. ആ, വില അല്പം കുറവാണ്. ആ, എന്നാലും സാരമില്ല. ഓക്കെ സാർ. ആ, കുമാറോ? ഇതാരാ, കൂട്ടുകാരനാ? അതെ സാർ, ഇവരും നമ്മുടെ കൂടെ കൂടണമെന്നുണ്ട്. നമസ്കാരം. ഇവൻ ആളെങ്ങനെ? പാവാ സാർ. വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായിട്ട് ചെയ്യോ? ചെയ്യും സാർ. അല്ല, അതാവൻ പറയട്ടെ. ചെയ്യാം സാർ. ആ, കുമാർ പറഞ്ഞുകൊണ്ട് നിനക്ക് ഞാൻ ജോലി തരാം. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ജോലിയാണ്, അറിയാമല്ലോ. കുമാറെല്ലാം പറഞ്ഞിട്ടില്ലേ? എന്തു പറയുന്നു? ജോലി ചെയ്യാൻ തയ്യാറാണോ? എന്റെ അച്ഛനും ജോലിയൊന്നും ഇല്ലാതിരിക്കുക. അച്ഛനെയും കൂട്ടി ഞാൻ നാളെ വരാം. ഓക്കെ, എന്നാ നിങ്ങൾ ചെല്ല്. ശരി. ആരെങ്കിലും ഇത്തിരി തുണി കൊണ്ടുവാ. അയ്യോ, അവനത് വേണം. ചോര വരുന്നുണ്ടോ? എനിക്ക് നമുക്ക് ഓഫീസ് റൂമിൽ പോയി മരുന്ന് വെച്ചേട്ടോ. വാ. ദാ സാറിന്റെ വണ്ടി. സാർ, അച്ഛൻ വന്നിട്ടുണ്ട്. ആ, ആനന്ദ് പോയി കപ്പലിന് വിട്ടിട്ട് വരും. ഞങ്ങൾ ജോലിക്കാരത്തെ കുറിച്ച് സംസാരിക്കട്ടെ. ശരി സാർ. വരും. ആനന്ദിന്റെ അച്ഛൻ പേര് നാരായണൻ അല്ലേ? അതെ. ജോലിയൊന്നുമില്ല. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. അതായത് എന്നെ പോലെ. മിസ്റ്റർ നാരായണൻ, എൻ്റെ കൂടെ നിന്നവരെയൊക്കെ ഞാൻ പന പോലെ തഴച്ച് വളർത്തിയിട്ടുണ്ട്. അതായത് അവരെ ഞാൻ വളർത്തി വലുതാക്കിയിട്ടുണ്ട്. പക്ഷേ തൻ്റെ കാര്യത്തിൽ അല്ല, അത് തൻ്റെ വിധിയാണെന്നേ പറയാൻ പറ്റൂ. നിങ്ങൾ? ഞാൻ ആരാണെന്ന് നാരായണൻ ഇതുവരെ മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കരുതെന്ന് ഞാൻ മനഃപൂർവ്വം വിചാരിച്ചിട്ടാ. എന്റെ കണക്കുകൂട്ടലുകൾ അല്പം ഒന്ന് തെറ്റിയപ്പോ നിന്റെ ജീവിതം നാമാവശേഷമായി. സത്യം പറ, താനാരാ? ഞാൻ തന്നെ, തന്റെ പഴയ സ്നേഹിതൻ സത്യശീലൻ. പരമദ്രോഹി, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഇണങ്ങി നിന്നാൽ നിനക്ക് ഇപ്പോഴും ലക്ഷാധിപതിയാകാം. എന്തു പറയുന്നു? ഇണങ്ങുന്നോ അതോ പിണങ്ങുന്നോ? ഇനിയൊരു അക്ഷരം വേണ്ടി പോരുത്. മറുപടി പറയുന്നത് ഇവനായിരിക്കും. ഒരു കാര്യം കൂടി, ഞാനും നീയുമല്ലാതെ മറ്റൊരാളിത് അറിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. മറിച്ചായാൽ നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവൻ നശിപ്പിച്ചു കളയും. ഓർമ്മയിൽ സൂക്ഷിച്ചോ.
ഒന്നുമില്ല മോനെ. അച്ഛൻ അയാളോട് വഴക്കിട്ടോ? അയാൾ അച്ഛനെ ഉപദ്രവിച്ചോ? എന്താ ഉണ്ടായെന്ന് പറയച്ചാ. അച്ഛനെ ചതിച്ചത് അവനാ മോനെ, ആ ദ്രോഹി. ആഹാ, പിന്നെയും വല്ല കുഴപ്പങ്ങളും ഉണ്ടാക്കിയോ? ഇല്ല, പിന്നെ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ, വരൂ ആനന്ദ്, വരൂ, ഇരിക്കെ. എന്താ നിന്റെ മുഖത്തൊരു പരിഭ്രമം പോലെ? എന്റെ അച്ഛനെ ചതിച്ച ആളെ ഞാൻ കണ്ടുപിടിച്ചു ടീച്ചർ. അതെയോ? മിടുക്കൻ. അച്ഛനും അയാളെ കണ്ടു. അവർ തമ്മിൽ അടിയും പിടിയും ഒക്കെ ഉണ്ടായി. എന്നിട്ട് അച്ഛനും പേടിച്ചിരിക്കുക. ആരോടെങ്കിലും പറഞ്ഞാൽ അച്ഛനെ കൊന്നുകളയെന്ന് പറഞ്ഞാട്ടാ അയാള് പോയിരിക്കുന്നത്. അത്ര വലിയ ഗുണ്ടയാണോ അയാള്? അതെ ടീച്ചർ. ഇതൊന്നും പുറത്തു മിണ്ടിപ്പോകരുതെന്നാ അച്ഛനും അമ്മയും പറഞ്ഞിരിക്കുന്നേ. പേടിച്ചിരുന്നിട്ട് കാര്യമില്ല കുട്ടി. മരണം ഒരിക്കലേ ഉണ്ടാവൂ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കെല്ലാം അത് സംഭവിക്കും. നമ്മുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതാ ഇപ്പോഴത്തെ നാടിന്റെ അവസ്ഥ. എല്ലാവർക്കും ഭയമാണ്. ആരും അറിയാതെയാ ഞാൻ ടീച്ചറെ കാണാൻ വന്നേ. ഇങ്ങനെയുള്ള രാജ്യദ്രോഹികളെ കുറിച്ച് അറിവ് കിട്ടിയ അപ്പൊ തന്നെ പോലീസിൽ അറിയിക്കണം. SP സാറിനെ എനിക്കറിയാം. ഫോൺ നമ്പറും മേൽവിലാസവും ഒക്കെ എന്റെ കയ്യിലുണ്ട്. അതെയോ? വെരി ഗുഡ്. എല്ലാ കാര്യങ്ങളും ആനന്ദ് തന്നെ വിശദമായിട്ട് പറഞ്ഞോളൂ. ഹലോ ഹലോ, SP സാറല്ലേ? ഞാനാ സാർ, ആനന്ദ്. ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ടില്ലേ? എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറയൂ.
sir! Go! Go! എടാ പോലീസ് വിട്ടോ ബാക്കി ബാക്കി വിട്ടോ അമ്മേ, സത്യശീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ പത്രത്തിൽ വാർത്ത വന്നിരിക്കുന്നു. എന്റെ ഭഗവതി, വേഗം വായിക്കുമോനെ, കേക്കട്ടെ.
അന്താരാഷ്ട്ര കുറ്റവാളി സത്യശീലൻ അറസ്റ്റിൽ. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലയുള്ള മയക്കുമരുന്നുമായി സത്യശീലൻ എന്ന മാഫിയ തലവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അനവധി വിഗ്രഹമോഷണ കേസിലെ പിടികിട്ടാപ്പുള്ളിയായിരുന്നു സത്യശീലൻ എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സഹായിച്ചത് ആനന്ദ് എന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണെന്ന് പോലീസ് പറഞ്ഞു. ഭഗവതി, നീ ഞങ്ങളുടെ മാനം കത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളോട്, അമ്മ നമ്മളെ കൈവിടില്ലാന്ന്. അമ്മേ ദേവി, ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട്. മോനിപ്പം മനസ്സിലായില്ലേ നിന്റെ അച്ഛൻ കള്ളനല്ലാന്ന്? എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ആനന്ദ് എന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് ഇന്നത്തെ പത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയുണ്ട്. ആനന്ദ്, ഇവിടെ വരൂ. അശ്വതി, ഈ പത്രം ഒന്ന് വായിക്കൂ. ശരി സർ. ചെല്ല്. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലയുള്ള മയക്കുമരുന്നുമായി സത്യശീലൻ എന്ന മാഫിയ തലവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അനവധി വിഗ്രഹമോഷണ കേസുകളിലെ പിടികിട്ടാപ്പുള്ളിയായിരുന്നു സത്യശീലൻ എന്ന് തെളിഞ്ഞതായി പോലീസ് പറയുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിനെ സഹായിച്ചത് ആനന്ദ് എന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എന്ന് പോലീസ് അറിയിച്ചു. നമ്മുടെ സ്കൂളിൻ്റെയും നാടിൻ്റെയും അഭിമാനമായി മാറിയ ആനന്ദ് എന്ന ഈ കുട്ടിയെ അനുമോദിക്കുന്നതിനായി ഒരു യോഗം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ ഏവരെയും സന്തോഷപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നിങ്ങളെല്ലാവരും രക്ഷകർത്താക്കളെയും കൂട്ടി സ്കൂളിൽ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. നമ്മുടെ ഭഗവതിയുടെ വിഗ്രഹം ഇവനാണല്ലേ അടിച്ചു മാറ്റിയത്? പിന്നെ അല്ലാതെ നമ്മൾ ആ പാവം നാരായണനെ എന്തുമാത്രം സംശയിച്ചല്ലേ. കഷ്ടമായിപ്പോയി. ആ പാവം എത്ര നാൾ ജയിലിൽ കിടന്നു. എന്തായാലും ആ ചെറുക്കന്റെ ചങ്കൂറ്റം അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ആ ചെറുക്കന് സ്കൂളിലൊരു സ്വീകരണം കൊടുക്കാൻ എടുത്ത തീരുമാനം എന്തായാലും നന്നായി. അതെ. പ്രിയമുള്ളവരെ, ആനന്ദിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നത് മഹാനായ എബ്രഹാം ലിങ്കന്റെ കുട്ടിക്കാലമാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് അച്ഛൻ ജയിലിൽ കിടന്നപ്പോൾ സുഖമില്ലാത്ത അമ്മയെയും അനുജനെയും സംരക്ഷിക്കുകയും അതോടൊപ്പം തന്നെ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുകയും ചെയ്ത ആനന്ദിനെ എന്തു പറഞ്ഞാണ് അനുമോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഭാവിയിൽ ഈ കുട്ടി മറ്റൊരു എബ്രഹാം ലിങ്കണായി തീരട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്തതായി ഈ ചടങ്ങിനെ ആശംസകൾ അർപ്പിക്കുവാൻ നമ്മുടെ ബഹുമാന്യായ SP സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ ഈ അനുമോദന യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സത്യത്തിൽ എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ള കുട്ടിയാണ് ആനന്ദ്. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നു. അതിന് സന്മനസ്സുള്ളവനും
അതുപോലെ 100% സത്യസന്ധനുമാണെന്നാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അനുകരിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഈ ആനന്ദ് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതുപോലെ ആശംസകളിലും അനുമോദനങ്ങളിലും മാത്രം ഒതുക്കി നിർത്താതെ നാടിൻ്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആനന്ദിനെ പോലുള്ള കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും അനുമോദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ വകയായി ഒരു ചെറിയ സമ്മാനം നിങ്ങളുടെയൊക്കെ പൂർണ്ണ അനുമതിയോടുകൂടി ഈ ആനന്ദിന് നൽകാൻ പോകുകയാണ്. All the best. Thank you, sir. ഇനി നമ്മുടെ ആനന്ദ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഗുരുജനങ്ങൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപാഠികൾക്കും രക്ഷകർത്താക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കാനും നിങ്ങളുടെ എല്ലാം പ്രശംസകൾ ഏറ്റുവാങ്ങാനും കാരണക്കാരി സുഗന്ധി ടീച്ചറാണ്. എൻ്റെ അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും സമൂഹത്തിന് മുന്നിൽ അന്തസ്സോടെ തലയുയർത്തി നടക്കാനുള്ള സാഹചര്യമുണ്ടാക്കി തന്ന SP സാറിനോട് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. സാറിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമുക്കിത് കൊണ്ട് അമ്മയെ കാണിക്കാം. അമ്മയ്ക്ക് വലിയ അവൻ തരും, വീട്ടിൽ ചെല്ലുമ്പോൾ തരും. ആ ബാ അതെ വാ തരില്ല. ഇല്ല ഇല്ല ഇങ്ങോട്ട് വന്നേ, രണ്ടുപേരും കൂടെ വന്നേ. അമ്മേ അമ്മേ എന്താ മോനെ? അമ്മ എന്നെ വിളിക്കുന്നു. മോനെ നിക്ക. അമ്മേ 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 കണ്ണുറക്കമ്മേ. അമ്മേ 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 എനിക്കമ്മേ. അമ്മേ ഞാനമ്മേ ആനന്ദ്. അമ്മേ 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 കണ്ണുറക്കമ്മേ. അമ്മേ അമ്മേ കണ്ണുറക്കമ്മേ. അമ്മേ 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 എനിക്കമ്മേ. അമ്മേ 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 ലക്ഷ്മി കണ്ണുറക്ക. ലക്ഷ്മി നമ്മുടെ മക്കൾ വിളിക്കുന്നു. ലക്ഷ്മി 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 കണ്ണുറക്ക. ലക്ഷ്മി അമ്മേ 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 എനിക്കമ്മേ. ലക്ഷ്മി അമ്മേ ലക്ഷ്മി അമ്മേ കണ്ണുറക്ക. ലക്ഷ്മി അമ്മേ ലക്ഷ്മി നമ്മുടെ മക്കൾ വിളിക്കുന്ന കേട്ടില്ല. ലക്ഷ്മി 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 നമ്മുടെ മക്കളെത്തി. അമ്മേ മോനെ മോളെ
നാരായണ, ഐശ്വര്യമായി ഈ താക്കോല് വാങ്ങിക്കോളൂ. അമ്മേ ദേവി. ഒരു പുഷ്പാഞ്ജലി. ആനന്ദ്, പൂരുട്ടാതി. ഓ ശരി. പുഷ്പാഞ്ജലി അല്ല, ഒരു ഉദയാസ്തമന പൂജ തന്നെ ആവട്ടെ. ശുഭയാൽ ഈ ജന്മസുകൃതം അർപ്പിക്കും ഞാൻ. നിന്നാമ കീർത്തനം നാവിൽ തുളുമ്പുകയായി. ദീപങ്ങൾ തീർക്കും ചുറ്റുവിളക്കിൽ ശ്രീബാലദേവതയരുളും. ദീപങ്ങൾ തീർക്കും ചുറ്റുവിളക്കിൽ ശ്രീബാലദേവത